ഒബ്വിയസ്ലി ബെല്ലിംഗം ഇസ് ദ ബെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് എംബാപ്പയും മേ ബി ആളെന്നൊക്കെ ആയിരിക്കും. അതെങ്ങനെ? അതിപ്പോ അത് ശരിയാണ്. അതപ്പോ അതാര് പറഞ്ഞു? അറിഞ്ഞില്ല. ആടാ എടാ അതിലെന്താ സംശയം? ഒരൊറ്റ തല്ലാണ്. I don't അല്ല, think നിങ്ങള് right പറ. now അല്ല, Bellingham ഞാൻ is better audience-നോട് than ചോദിക്കട്ടെ. Mbappe. Tell me, Bellingham is better than Mbappe. No, I അത് won't tell. ഐ മീൻ എസ്പെഷ്യലി ഞാൻ ഈ സീസണിനെ പറ്റിയാ പറയുന്നത്. ഞാൻ 2022 വേൾഡ് കപ്പ് അടിച്ചു അതൊന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ ബെല്ലിംഗം ഏതോ ലീഗിലൊക്കെ ആയിരുന്നു, അതല്ല ഞാൻ ഈ സീസണിന്റെ കാര്യം പറഞ്ഞു. ഈ സീസണിലും പറയുകയാണെങ്കിൽ മോർ ഇൻഫ്ലുവൻഷ്യൽ, ഇമ്പാക്ട്, ഹി ഡസ് എവറിത്തിങ്. എന്താ ബെല്ലിംഗമിന് ചെയ്യാൻ പറ്റാത്ത? പക്ഷെ ബെല്ലിംഗം കളിക്കുന്ന റയൽ മാഡ്രിഡിലാണ്. എംബാപ്പ അതിന് എംബാപ്പെ എടാ, കളിക്കുന്നത് എംബാപ്പെ ചെറിയൊരു ടീമാണ്. ഒറ്റയ്ക്കാണ് ആ PSG എന്നുള്ള ടീമിനെ എടുത്തോണ്ട് പോണത്. ഒന്നുമല്ല, PSG ബാക്കി എല്ലാരും നന്നായി കളിക്കുന്നുണ്ട്. ഇപ്പൊ ആകെ അവര് മോശമായി കളിക്കുന്ന ഡിഫൻസിലാ. 25 ഗെയിമിൽ നിന്ന് 24 ഗോൾ, 5 അസിസ്റ്റ്. അതിന് ഏത് പൊസിഷനിലാണ് എംബാപ്പെ കളിക്കുന്നത്? ഏത് പൊസിഷനിലാണ് ബെല്ലിംഗം കളി? ബെല്ലിംഗം ഇപ്പൊ ടോപ്പ് സ്കോറർ അല്ല ലാലിഗയിലും. സീസൺ ഫുള്ള് എടുത്തു നോക്കിയാൽ 20 ഗോൾസും 10 അസിസ്റ്റും ആണ് ഇൻ ഓൾ കോമ്പറ്റീഷൻസ്. എടാ, എംബാപ്പെ റയൽ മാഡ്രിഡിൽ തന്നെ വരേണ്ടത്. നീ എന്താ ഇങ്ങനെ എംബാപ്പനെ പറയുന്നത്? അവന് എംബാപ്പനെ റയൽ മാഡ്രിഡ് വേണ്ടെന്ന് പറഞ്ഞു. ലാലിഗയിൽ അവന് 16 ഗോൾസ് ആൻഡ് 4 അസിസ്റ്റ് ആണുള്ളത്. Not 20 സീസൺ ഓവറോൾ. 20 ഇൻ ഓൾ കോമ്പറ്റീഷൻസ് ഞാൻ പറഞ്ഞത്. 20 കോമ്പറ്റീഷൻ എംബാപ്പയുടെ സ്റ്റാറ്റ്സ് കേട്ടാ നീ ഞെട്ടും. എടാ, ഹീസ് എ വിങ്ങർ. ബെല്ലിംഗം മിഡ്ഫീൽഡർ ആണ്. എന്തൊക്കെയാ പറയുന്നത്? എടാ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. എടാ, ഞാൻ എംബാപ്പെ എന്നുള്ള പ്ലെയർ ഇംപാക്ട്ഫുൾ അല്ല, ഇൻ PSG ഇംപാക്ട്ഫുൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഈ PSG ഭയങ്കര ഇംപാക്ട്ഫുൾ ആണ് എംബാപ്പെ. നീ എന്തോ പറയുന്നത്? ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, in his position Bellingham is definitely the best, but left wing position എടുത്താലും maybe I can agree. in midfield definitely he is the best. എടാ, അതാ ഞാൻ പറഞ്ഞേ, ഇപ്പൊ ബെല്ലിംഗോ ഇല്ലെങ്കോ റയൽ മാഡ്രിഡ് ജയിക്കും, പക്ഷെ എംബാപ്പെ ഇല്ലെങ്കിൽ PSG ജയിക്കില്ല. അതാണ് പറഞ്ഞത്. ഞങ്ങള് കഴിഞ്ഞ സീസൺ ബെല്ലിംഗം ഇല്ലാത്തതിന്റെ കുറെ കുറവുണ്ടായിരുന്നു ഞങ്ങക്ക്. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്നാലും ടാലൻസ് ബാക്കിയുണ്ട് അത്രയും. ബെല്ലിംഗം വന്ന ശേഷം ബാക്കിയുള്ള പ്ലേയേഴ്സിനെ എലിവേറ്റ് ചെയ്ത് ഇത് നമുക്ക് ആ ഗെയിം കണ്ട ഒരു ഗെയിം ബെല്ലിംഗം ഇഞ്ചുറി ആയി ഇന്നാള്. അപ്പൊ തന്നെ ഡൗൺഫോൾ മനസ്സിലായി. സെയിം സ്ക്വാഡ്, ആകെ മാറിയത് ബെല്ലിംഗം മാത്രമാണ് ആ സ്ക്വാഡ്. ആൻഡ് യു ക്ലിയർലി സോ ദ ഡിഫറൻസ്. എനിക്ക് ഓർമ്മ, ഐ തിങ്ക് റയ വാലോക്കാനോന്റെ എതിരെയോ മറ്റായിരുന്നു ആ ഗെയിം. ഞങ്ങൾക്ക് അത് ഡ്രോ പിടിക്കേണ്ടി വന്നു, ജയിക്കാൻ പറ്റിയില്ല. അതും പറ്റില്ല എന്നാ ഞാൻ പറഞ്ഞു.